മഹാലക്ഷ്മി ഈ വിവരം അറിയിക്കണ്ടേ? ഒരു വീഡിയോ കോളിലൂടെ എന്റെ കാല് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് അയാളെ അറിയിക്കണ്ടേ സർ? വേണ്ടടോ, ലക്ഷ്മി വരട്ടെ, എന്നിട്ടത് കണ്ടാ മതി. താനിപ്പോ വീഡിയോ കോളിലൂടെ കാലിന്റെ ചലനശേഷി കാട്ടിക്കൊടുത്ത സന്തോഷം സഹിക്കവയ്യാതെ ഓടി വരും ലക്ഷ്മി. ആ സമയത്ത് പരിസര ബോധം പോലും കാണില്ല. എന്തിനാ അതൊക്കെ? ഇവിടെ വന്ന് സാവകാശം ആ കുട്ടി നേരിൽ കണ്ട് സന്തോഷിക്കട്ടെ. വേദനയുണ്ടോ? വേദനയുണ്ട്. വേദനയില്ല എന്ന് പറയുന്നത് ആ വിഷമം. ഞാൻ പറയുന്നത് കേക്ക്. എന്തിനാടാ എന്റെ കണ്ണനെ നീ കൊല്ലാൻ നോക്കിയത്? ആര് പറഞ്ഞിട്ടാടാ? എന്താ സാറേ ഇത്? എന്തായി കാണിക്കുന്നേ? നിന്റെ നടപ്പും നിപ്പും നോട്ടൊക്കെ കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാടാ നീ ഒരു ഗുണ്ടയാണെന്ന്. ആര് പറഞ്ഞിട്ടാടാ എന്റെ കണ്ണനെ നീ കൊല്ലാൻ നോക്കിയത്? ആ ജീവന്റെ വിലയായിട്ട് നീ എത്ര ലക്ഷത്തിനാണോ കൊട്ടേഷൻ ഏറ്റെടുത്തത്? സാറേ വേണ്ട, മര്യാദയ്ക്ക് വിട് സാറേ. പറടാ, എന്റെ കണ്ണനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. വിടാൻ പറടാ. വിട് സാറേ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടേ വിടുള്ളൂ. പറടാ. വിടാനാ പറഞ്ഞത്. എടാ എന്താ താനീ കാണിക്കുന്നേ? സാർ, ഇവനാ സാർ നമ്മുടെ കണ്ണനെ കൊല്ലാൻ നോക്കി. മാറി നിൽക്ക്. എന്ത് ഭ്രാന്താണോ താനീ പറയുന്നത്? സാർ, എടോ, ഇവനില്ലായിരുന്നെങ്കിലേ കണ്ണനെ എനിക്കോ തനിക്കോ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇവനെയാണോ താൻ ഗുണ്ട എന്ന് പറഞ്ഞത്? എടോ, യഥാർത്ഥ ഗുണ്ട വേറെയാ. അവൻ കണ്ണനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോ അയാളുടെ പിടിയിൽ നിന്ന് കണ്ണനെ രക്ഷിച്ചത് ഇവനാ. ആദ്യ കൂടിക്കാഴ്ച മുതലേ സാറിന് എന്നെ സംശയം സാറേ. അത് തന്നെ ഞാൻ തിരുത്താനും പോയില്ല. എനിക്ക് നിരപരാധികളെ കൊല്ലാൻ അറിയില്ല സാറേ, രക്ഷിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇവൻ പറയുന്നത് സത്യമാണോ അനന്തു? ഇപ്പൊ തന്നെ ആരോരുമില്ലാത്ത ഒരാൾക്ക് കാവൽ നിൽക്കുകയവൻ. അതിവന്റെ ഒരു ശീലമാടോ. സോറി. കാര്യം പറയാതെ കഴുത്തിന് പിടിച്ചിട്ടാണോ സാറേ സോറി പറയുന്നത്? തോമസ് സാറ് വന്നില്ലായിരുന്നെങ്കിൽ മരിക്കാതിരിക്കാൻ എനിക്ക് ചിലപ്പോൾ സാറിന്റെ ദേഹത്ത് കൈവയ്ക്കേണ്ടി വന്നേനെ. പിന്നെ സാറ് തെറ്റിദ്ധാരണ മൂലമാ എന്റെ കഴുത്തിനേർ പിടിച്ചെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എന്റെ ജീവൻ രക്ഷിച്ചാലേ പറ്റൂ സാറേ. ലേ അനന്തു, താനും കണ്ണനും ഒക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട ആളായത്. 100% സത്യസന്ധൻ, ആവശ്യമെങ്കിൽ നിയമം കയ്യിലെടുക്കുന്നവൻ. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇവന് കൊടുക്കാം. ഇനിയെങ്കിലും സംശയം ഉള്ളിൽ വെച്ചിട്ട് എന്നെ തല്ലല്ലേ സാറേ. എടോ, അവിടെ നടന്ന എന്താണെന്ന് താൻ തന്റെ കൂട്ടുകാരനോട് ചോദിച്ചു മനസ്സിലാക്ക്. അപ്പോ ഞാൻ പറഞ്ഞതിന് കൂടുതൽ വ്യക്തത കിട്ടും. ശരി സാർ. അപ്പോ രക്ഷിച്ചവനാണ് നീ ചോദ്യം ചെയ്തത്? എടാ, ഞാൻ അവന്റെ ഷർട്ടിൽ കയറി പിടിക്കുകയും ചെയ്തു. അബദ്ധമാണല്ലോ നീ കാണിച്ചേ. ആ പയ്യൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിലിപ്പോ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. എടാ, പിന്നെ ആരായി ചതി ചെയ്തേ? ഓ എടാ, വേറൊരുത്തരെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. അവനെ കണ്ടാലും ഒരു ഗുണ്ടാലുക്കായിരുന്നു. അവനായിരിക്കും ഇവിടേക്ക് വന്നത്. ഇതിന്റെ പിന്നിൽ എന്റെ കുടുംബക്കാരും മഹിയുടെ രണ്ടാനച്ഛനൊക്കെ തന്നെയായിരിക്കും. എന്നുവെച്ചാ നേരത്തെ എനിക്ക് തന്നിരുന്ന മരുന്നിലെല്ലാം അവർ വിഷം കലർത്തിയിരുന്നു. ഇപ്പൊ ശരിയായ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് അവരൊക്കെ ഭയന്ന് കാണും. അതാ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നേ. ആ
അതുകൊണ്ട് ഇപ്പൊ പ്രയോജനം ഉണ്ടായില്ലേ? കാൽവിരലുകൾ ചലിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലേ? എന്റെ ജീവിതത്തില് ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ലടാ. ഒരു നിമിഷം മരണോപ്രാളത്തോട് കടന്ന് പിടഞ്ഞതാ. പുറത്തു നിൽക്കുന്ന നിന്നെ ഒന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മുഖത്തല്ലേ അവൻ കൈവച്ചമർത്തിയത്. പിന്നെ അതിന് പറ്റില്ലല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.